സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ തുടങ്ങും? ഇറ്റ് ഫീൽസ് ഓൾ കൺഫ്യൂസിങ് ആൻഡ് കൈൻഡ് ഓഫ് സെൽഫിഷ്. ഹൗ ഡു ഐ ഡു ദിസ് പ്രോപ്പർലി? വെൽ, ദാറ്റ്സ് വൈ ഐ എം ഹിയർ. ഐ എം ആബിദ, യുവർ സെൽഫ് ലവ് ഗൈഡ്. സെൽഫ് ലവ് ജേർണി സ്റ്റാർട്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റാർട്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. വെർ ഡു ഐ ബിഗിൻ? ഷോയിങ് യുവർ സെൽഫ് കൈൻഡ്നെസ്, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇന്ന് ഞാൻ ആ കൈൻഡ്നെസ് എന്നോട് തന്നെ കാണിക്കാനെടുത്ത സ്റ്റെപ്സ് പറഞ്ഞു തരാം. ഡ്രമാറ്റിക് സ്റ്റെപ്സ് ഒന്നല്ല, ബട്ട് ഇറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ് ഫോർ മീ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ലൈഫിൽ ഇന്ന് വരെ എടുത്തതിൽ ബെസ്റ്റ് ഡിസിഷൻ അതായിരുന്നു. സോ ലെറ്റ്സ് ഗോ. 1. ഞാനൊരു മനുഷ്യനാണെന്ന് അക്സെപ്റ്റ് ചെയ്തു. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ അതിനെപ്പറ്റി ആലോചിച്ച് ഞാൻ ഒബ്സസ്ഡ് ആവും. ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീൻ തന്നെ വീണ്ടും വീണ്ടും റീപ്ലേ ആക്കിക്കൊണ്ടിരിക്കും. ഇൻ ദാറ്റ് പ്രോസസ്സ് ആ ഒരു വേദന ഞാൻ വീണ്ടും വീണ്ടും ജീവിക്കാന്നല്ലാണ്ട് അതിൽ നിന്നൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടായിരുന്നില്ല. ബട്ട് സ്ലോലി മിസ്റ്റേക്സും ലൈഫ് പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. അതിൽ നിന്ന് പാഠം പഠിച്ച് മൂവ് ഓൺ ആണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. ഈ ഷിഫ്റ്റ് എൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ യുദ്ധമാണ് സ്റ്റോപ്പാക്കിയത്. 2. അൺലേണിംഗ് ടോക്സിക് കൾച്ചറൽ ജഡ്ജ്മെൻറ്റ്സ്. എല്ലാവരുടെയും മുന്നിൽ നല്ല കുട്ടിയായിട്ടിരിക്കണം, ഇതായിരുന്നു കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു മോട്ടോ. ഒരാൾ എന്നെപ്പറ്റി ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ സത്യമുണ്ടോ ഇല്ലേ എന്നൊന്നും ഞാൻ നോക്കില്ല. ആ ദിവസം മുഴുവൻ എൻ്റെ കൊളാവും. എന്തുകൊണ്ട് ഞാൻ അവരെ കൂടുതൽ പ്ലീസ് ചെയ്യാൻ നോക്കിയില്ല എന്നാലോചിച്ച് ഞാൻ എന്നെ തന്നെ ഭ്രാകും. ഒരു ദിവസം ചുമ്മാ തോന്നി, എന്ത് അവാർഡാണ് ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തിയിട്ട് എനിക്ക് കിട്ടണത്? ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്. സ്ട്രെസ് അല്ലാണ്ട് ഇതിൽ നിന്ന് എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞു. നല്ലത് ചെയ്താലും അല്ലെങ്കിലും പറയാനിരിക്കുന്നവർ പറയും. യു കാൺ ചേഞ്ച് ദാറ്റ്. സോ ഐ സ്റ്റോപ്പ് ട്രൈയിങ് ആൻഡ് സ്റ്റാർട്ടഡ് കെയറിങ് അബൌട്ട് മൈ ഓൺ ഹാപ്പിനെസ്. 3. ഐ സ്റ്റോപ്ഡ് ആസ്കിങ് അഡ്വൈസ് ഫ്രം പീപ്പിൾ ഹു ഹാവ് നെവർ വാക്ക്ഡ് മൈ പാത്ത്. നമ്മളെക്കാട്ടും പ്രായമുണ്ടെന്ന് കരുതിയിട്ട് ഒരാൾക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്നോ അതിന് കറക്റ്റ് ഗൈഡൻസ് തരാൻ പറ്റണമെന്നോ ഇല്ല. പല കേസിലും അങ്ങനത്തെ അഡ്വൈസസ് ചോദിച്ചു പോയിട്ട് ആ ഒരു സിറ്റുവേഷൻ വേഴ്സ് ആവാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഐ എം മോർ കെയർഫുൾ. അഡ്വൈസസ് തരാൻ പലരും ഉണ്ടാവും, ബട്ട് അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരെന്തുദ്ദേശിച്ചിട്ടാണ് നമുക്ക് ഈ അഡ്വൈസസ് ഒക്കെ തരണത്, ആൻഡ് ഫൈനലി അത് എടുക്കണോ വേണ്ടേ എന്ന് സ്വയം ആലോചിച്ച് ഞാൻ തീരുമാനിക്കും. 4. ഐ അലൗഡ് മൈ സെൽഫ് ജോയ് ആൻഡ് റെസ്റ്റ് വിത്തൗട്ട് ഗിൽറ്റ്. കല്യാണവും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റൈലായിട്ട് നടന്നാൽ, മേക്കപ്പ് ഇട്ടാൽ, ഫ്രണ്ട്സിനായിട്ട് ടൈം സ്പെൻഡ് ആക്കാൻ പോയാൽ ഐ വാസ് മെയ്ഡ് ടു ഫീൽ ഗിൽറ്റി. നീ ഇപ്പോൾ ഒരു ഭാര്യയാണ്, ഒരു കുട്ടിയുടെ തള്ളയാണ്, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇതൊന്നും നിർത്താനായില്ലേ, ഇങ്ങനെയൊക്കെയായിരുന്നു ചോദ്യം. വൈഫായതുകൊണ്ടും ഒരു മദർ ആയതുകൊണ്ടും ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും മറന്ന് ഒരു വർക്ക് മെഷീൻ ആവണം എന്നുള്ള ഈ റൂൾ ആരാണ് ഉണ്ടാക്കിയത്? എന്ത് ലോജിക്കാണ് അതിലുള്ളത്? ഹൗ ക്യാൻ യു ബി എ ഗുഡ് വൈഫ് ഓർ എ ഗുഡ് മദർ ഇഫ് യു ആർ നോട്ട് ഹാപ്പി? അപ്പോൾ ഇമാതിരി ഔട്ട്ഡേറ്റഡ് റൂൾസിനൊന്നും വില കൽപ്പിക്കാണ്ട് ഐ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു യൂസിങ് മൈ കോമൺ സെൻസ് ആൻഡ് മൈ ഹാപ്പിനെസ്. ആൻഡ് ഫൈനലി ദ ബെസ്റ്റ് ഡിസിഷൻ, ഐ വെൻറ്റ് ഇൻ ടു തെറാപ്പി. ഹെൽപ്പ് ചോദിക്കുന്നത് ഒരു വീക്ക്നെസ് ആണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്, പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ. ആ ഒരു റൂളിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്ന് ആലോചിക്കാണ്ട് അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നമ്മളിൽ പലരും. അതിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ് നമ്മുടെ റിലേഷൻഷിപ്സിലും പാരൻറ്റിങ്ങിലും പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സിലും ഒക്കെ കാണാം. എന്നാലും നമ്മൾ സമ്മതിക്കില്ല. ഞാനും അങ്ങനെ എല്ലാം ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. പക്ഷെ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്ന് ചില സമയത്ത് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ആരാണോ അടുത്തുള്ളത് അവരുടെ അടുത്തേക്ക് അങ്ങ് എക്സ്പ്ലോഡ് ആവും. അവർ റോങ് അഡ്വൈസസ് ആയിരിക്കും തരിക, എന്നെപ്പറ്റി ഗോസിപ്സ് പറയും, ആൻഡ് എൻ്റെ ആ ഒരു വൾണറബിലിറ്റി എനിക്ക് എഗെയിൻസ്റ്റ് യൂസ് ആക്കുന്ന ആൾക്കാരായ തൃപ്തിയായി. സോ ഇവൻച്വലി ഐ ഡിസൈഡഡ് ടു ഗോ ഇൻ ടു തെറാപ്പി. ആൻഡ് അത് എനിക്ക് എന്നോട് തന്നെ ചെയ്യാൻ പറ്റിയ കൈൻഡസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. ഇപ്പോഴും ഒരു 3 to 6 months കൂടുമ്പോൾ ഞാൻ പോവാറുണ്ട്. കുഴപ്പമൊന്നുമില്ലാണ്ട് എന്തിനാ അവിടെ പോയി ക്യാഷ് കളയുന്നതെന്ന് ചോദിച്ച് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെക്കാട്ടിയും ട്രസ്റ്റ് എനിക്ക് ആ തെറാപ്പിസ്റ്റിനെയാണ്. എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചുപണി നടത്താൻ ഒരു സേഫ് സ്പേസാണ് എനിക്കത്. അവിടെ ജഡ്ജ്മെൻ്റ് ഇല്ല, പണി കിട്ടും എന്നുള്ള പേടിയില്ല, സിമ്പതിയും ഗോസിപ്പും അടിച്ച് സമയം കളയില്ല. യു ഗെറ്റ് ദ റൈറ്റ് സപ്പോർട്ട്, ഗ്രോത്ത് ആൻഡ് ക്ലാരിറ്റി. നിങ്ങൾ എപ്പോഴെങ്കിലും എനിക്ക് തെറാപ്പിയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുന്നവരാണെങ്കിൽ ദ റിയൽ ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങളും ഒരു സേഫ് സ്പേസ് ഡിസേർവ് ചെയ്യുന്നില്ലേ? ഈ സ്റ്റെപ്സ് ഒന്നും ഈസി ആയിരുന്നില്ല. പഴയ ശീലങ്ങളിലേക്ക് വലിച്ചിടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ബട്ട് ശരിക്കുള്ള സമാധാനം, സന്തോഷം, അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും നിങ്ങളുടെ മേലെ പവർ ഉണ്ടാവില്ല. കൈൻഡ്നെസ് ടു യുവർ സെൽഫ്, അത് സെൽഫിഷ് അല്ല, ഇറ്റ്സ് സ്ട്രെങ്ത്, ഇറ്റ്സ് പ്യുവർ. ആൻഡ് നിങ്ങൾ അങ്ങനത്തെ ഒരു ലൈഫ് ഡിസേർവ് ചെയ്യുന്നവരാണ്. സോ ലെറ്റ്സ് ലേൺ ടു ലിവ് ആൻഡ് നോട്ട് ജസ്റ്റ് സർവൈവ്. ടേക്ക് കെയർ ഗൈസ്.